നമസ്കാരം മകളെ, ആകാശ് മാഷാണ്. അപ്പോൾ പുതിയ കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വായിക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനെ പറ്റി ചർച്ച സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തികളും വളരെ പ്രശസ്തമാണ്. അങ്ങനെയുള്ള ചില പുസ്തകങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ പുസ്തകങ്ങളും എഴുതിയ വ്യക്തികളും എന്ന രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ USS എക്സാമിന് CM കിഡ്സ് സ്കോളർഷിപ്പിൻ്റെ ആ ഒരു ചോദ്യശൈലിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കുന്നത് പോലെയും അതുപോലെ എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്നും നമ്മൾ ഉത്തരം കണ്ടെത്തുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ പുതിയ കാലത്തെ ചില പുസ്തകങ്ങൾ എഴുതിയ വ്യക്തികളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ടില്ലേ, നമ്മളെല്ലാവരും കണ്ട വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രചാരത്തിലുള്ള ചിത്രമായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയുടെ അതിന്റെ ആമുഖ ചിത്രത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അഖിൽ പി ധർമ്മജനാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അഖിൽ പി ധർമ്മജൻ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നുള്ള പുസ്തകം. നിഗ്മ വിജയാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ബെന്യാമിൻ എഴുതിയിട്ടുള്ള മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ള പുസ്തകം. മഞ്ഞവെയിൽ മരണങ്ങൾ ഈ പുസ്തകം എഴുതിയത് ബെന്യാമിനാണ്. മലയാളത്തിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ. ബെന്യാമിൻ്റെ ഒരു പുസ്തകം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ആടുജീവിതമായിരിക്കും അല്ലേ. ആടുജീവിതം എഴുതിയ എഴുത്തുകാരനാണ് ഒരു ബെന്യാമിൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ള പുസ്തകം. മക്കളെ, ഘാതകൻ, ഗബർ എന്ന് പറയുന്ന പുസ്തകങ്ങൾ KR മീര എഴുതിയതാണ്. ഘാതകൻ, ഗബർ എന്ന് പറയുന്ന പുസ്തകങ്ങൾ KR മീര എഴുതിയാണ്. പുസ്തകത്തിന്റെ പേരും എഴുത്തുകാരുടെ പേരും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കുറച്ച് പുസ്തകങ്ങളുടെ പേര് കൂടി മാഷ് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ പാവങ്ങളുടെ ഇന്ത്യ, അരുൺ എഴുത്തച്ഛൻ എഴുതിയ പുസ്തകമാണ്. ദൈവൻ ഒളിവിൽ പോയ നാളുകൾ, വിധു വിൻസെന്റ് എഴുതിയ പുസ്തകമാണ്. നഗ്നരും നരഭോജികളും വേണു എഴുതിയ പുസ്തകം. മുറിവേറ്റരുടെ പാതകൾ, ഹരിദാസ് സാവിത്രി എഴുതിയ പുസ്തകമാണ്. ആരോഹണം, ഹിമാലയം, KR അജയൻ. സമുദ്രശില, സുഭാഷ് ചന്ദ്രൻ. കവണ, സന്തോഷ് എച്ചിക്കാനത്തിന് മറ്റൊരു പുസ്തകമായിരുന്നു ബിരിയാണി എന്ന് പറയുന്ന കഥ. നമുക്കറിയാം ബിരിയാണി എന്ന് പറയുന്ന ആ പുസ്തകം, ആ കൃതി എഴുതിയത് സന്തോഷ് എച്ചിക്കാനമാണ്. കവണ അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു പുസ്തകമാണ്. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ഈ കവണ എന്ന് പറയുന്ന ഈ ഒരു കഥക്കാണ് നൽകിയിട്ടുള്ളത്. നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിൻ്റെ മറ്റൊരു പുസ്തകമാണ്. മക്കളെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഇതുപോലെ തന്നെ ഒരുപാട് ചർച്ചകൾ നടത്തുന്ന ഒരു പുസ്തകമാണ് R രാജശ്രീ എഴുതിയിട്ടുള്ള കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്നുള്ള പുസ്തകം. അത് എഴുതിയ വ്യക്തി R രാജശ്രീ. ആത്രേയകം R രാജശ്രീയുടെ മറ്റൊരു പുസ്തകമാണ് ആത്രേയകം. പേരെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. TD രാമകൃഷ്ണൻ എഴുതിയ പുസ്തകമാണ് പച്ച മഞ്ഞ ചുവപ്പ്. സന്തോഷ് കുമാർ എഴുതിയ പുസ്തകമാണ് ജ്ഞാനസംഭവം. OV വിജയൻ അവാർഡ് മികച്ച നോവലായി തെരഞ്ഞെടുത്തത് സന്തോഷ് കുമാർ എഴുതിയ ജ്ഞാനസംഭവം എന്നുള്ള പുസ്തകമാണ്. ജയമോഹൻ എഴുതിയ പുസ്തകമാണ് മായപ്പൊന്ന്. PF മാത്യൂസ് എഴുതിയ പുസ്തകമാണ് കടലിൻ്റെ മണം എന്ന പുസ്തകം. V ശില എഴുതിയ പുസ്തകമാണ് ഉടൽ ഭൗതികം സമ്പർക്ക ക്രാന്തി. വളരെ ഫേമസ് ആയ ഒരു പുസ്തകമാണ്. മറ്റൊന്ന് സമ്പർക്ക ക്രാന്തി, എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഹരിദാസ് സാവിത്രി എഴുതിയ പുസ്തകമാണ് സിൻ. GR ഇന്ദുഗോപൻ എഴുതിയ പുസ്തകമാണ് മണൽ ജീവികൾ, വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പുസ്തകങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പുസ്തകങ്ങളുടെ പേരും അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതിയ ആളുകളുടെ പേരുമാണ് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചത്. എന്ത് ചെയ്യുക, നമുക്ക് നന്നായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉപകാരപ്പെടും.